ഹായ് എവരി വൺ, വെൽക്കം ടു സ്പീക്ക് ഹിന്ദി യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഭക്ഷണ വസ്തുക്കളെക്കുറിച്ചാണ് നോക്കുന്നത്. ഇതിൽ വരുന്ന വേർഡ്സ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ആവും. അതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യൂ. വരൂ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് വേർഡ് ഫുഡ്, ഭക്ഷണം എന്ന വാക്കിന് ഹിന്ദിയിൽ പറയുന്നത് ഖാന. ഖാന. ഇന്ന് നമ്മൾ കുറേ ഭക്ഷണ വസ്തുക്കളാണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുൻപ് ഭക്ഷണം എന്നതിന് പറയുന്നതാണ് ഖാൻ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കുറച്ച് മിൽക്ക് പ്രോഡക്ട്സ് ആണ്. പാലും പാലുൽപ്പന്നങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അതൊക്കെ ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് മിൽക്ക്, പാല്. ഇതിന് ഹിന്ദിയിൽ പറയുന്നത് ദൂദ്. ദൂദ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബട്ടർ, വെണ്ണ. ഇതിന് ഹിന്ദിയിൽ പറയുന്നത് മഖൻ. മഖൻ. നെക്സ്റ്റ് ഗീ, നെയ്യ്. ഇതിന് ഹിന്ദിയിൽ പറയുന്നത് ഗീ. ഗീ. നെക്സ്റ്റ് കേർഡ്, തൈര്. തൈരിന് ഹിന്ദിയിൽ പറയുന്നത് ദഹി. ദഹി. നെക്സ്റ്റ് ബട്ടർ മിൽക്ക്, അതായത് മോര്. ഇതിന് ഹിന്ദിയിൽ പറയുന്നത് ഛാച്ച് എന്ന് പറയും. അതുപോലെ തന്നെ മട്ട എന്നും പറയാം. നെക്സ്റ്റ് ക്രീം, അതായത് പാൽപ്പാട. ഇതിന് ഹിന്ദിയിൽ പറയുന്നത് മലായ്. മലായ്. മലായ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വിഭവമാണ് രസ്മലായ്. രസ്മലായ്. പാലും പാലുൽപ്പന്നങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന മറ്റ് വസ്തുക്കൾ നോക്കാം. അതിൽ ഫസ്റ്റ് വൺ റൈസ്, അരി. ഇതിന് ഹിന്ദിയിൽ പറയുന്നത് ചാവൽ. ചാവൽ. നെക്സ്റ്റ് റൈസ് ഫ്ലോർ, അരിപ്പൊടി. ഇതിന് ഹിന്ദിയിൽ പറയുന്നത് ചാവൽ കാ ആട്ട. ചാവൽ കാ ആട്ട. നെക്സ്റ്റ് വീറ്റ്, ഗോതമ്പ്. ഇതിന് ഹിന്ദിയിൽ പറയുന്നത് ഗേഹൂ. ഗേഹൂ. ഇനി ഗോതമ്പ് പൊടിക്ക് എന്താണ് പറയുക ഹിന്ദിയിൽ? ഗേഹൂ കാ ആട്ട. ഗേഹൂ കാ ആട്ട. നെക്സ്റ്റ് ഷുഗർ, പഞ്ചസാര. ഇതിന് ഹിന്ദിയിൽ പറയുന്നത് ചീനി. ചീനി. അടുത്തത് ചില്ലി, അതായത് മുളക്. ഇതിന് ഹിന്ദിയിൽ പറയുന്നത് മിർച്ച്. മിർച്ച്. ഇനി റെഡ് ചില്ലി, ചുവന്ന മുളകിന് ഹിന്ദിയിൽ പറയുന്നത് ലാൽ മിർച്ച്. ലാൽ മിർച്ച്. ഇവിടെ ലാൽ എന്നത് റെഡ് കളറാണ്. അപ്പോൾ നമ്മൾ പച്ചമുളകിന് എന്താ പറയുക? ഹരി മിർച്ച്. ഹരി മിർച്ച്. നെക്സ്റ്റ് കുരുമുളകിനെ ഹിന്ദിയിൽ പറയുന്നത് കാലി മിർച്ച്. കാലി മിർച്ച്. നെക്സ്റ്റ് സാൾട്ട്, ഉപ്പിനെ ഹിന്ദിയിൽ പറയുന്നത് നമക്. നമക്. ഇനി നമുക്ക് കുറച്ച് നോൺ വെജ് ഫുഡ് ഐറ്റംസ് നോക്കാം. ഫസ്റ്റ് എഗ്ഗ്, മുട്ടയ്ക്ക് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് അണ്ട. അണ്ട. ഒന്നിലധികം മുട്ടകൾക്ക് അണ്ടേ എന്നാണ് പറയുക. ഒരു മുട്ടയ്ക്ക് അണ്ട. അടുത്തത് ചിക്കൻ, കോഴി, മുർഗി. മുർഗി. നെക്സ്റ്റ് ഫിഷ്, മീൻ, മച്ഛലി. മച്ഛലി. നെക്സ്റ്റ് മീറ്റ്, മാംസം. നമ്മൾ പൊതുവായി മാംസത്തിന് പറയുന്നത് മാംസ്. മാംസ്. ഇനി മട്ടൻ, ആട്ടിറച്ചിക്ക് ഹിന്ദിയിൽ പറയുന്നത് ബക്കരി കാ മാംസ്. ബക്കരി കാ മാംസ്. നെക്സ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്, പ്രാതൽ. ഇത് ഹിന്ദിയിൽ പറയുന്നത് നാസ്ത. നാസ്ത. നെക്സ്റ്റ് ഉച്ചഭക്ഷണം, ലഞ്ച്. ഇത് ഹിന്ദിയിൽ പറയുന്നത് ദോപഹർ കാ ഖാന. ദോപഹർ കാ ഖാന. നെക്സ്റ്റ് നോക്കാം ഡിന്നറിന്, അത്താഴം. നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് രാത് കാ ഖാന. രാത് കാ ഖാന. ഇനി ഓയിൽ, എണ്ണ. എണ്ണയ്ക്ക് പൊതുവായി പറയുന്നത് തേൽ. തേൽ. അടുത്തത് വെജിറ്റബിൾസ്, പച്ചക്കറി. ഇത് ഹിന്ദിയിൽ പറയുന്നത് സബ്ജി. സബ്ജി. നെക്സ്റ്റ് ടൊമാറ്റോ, തക്കാളി. ഇത് ഹിന്ദിയിൽ പറയുന്നത് ടമാട്ടർ. ടമാട്ടർ. നെക്സ്റ്റ് ജീരകത്തിന് ഹിന്ദിയിൽ പറയുന്നത് ജീര. ജീര. ഇനി പെരുംജീരകത്തിന് പറയുന്നത് സോഫ്. സോഫ്. നെക്സ്റ്റ് ഫെനുഗ്രീക്ക്, ഉലുവക്ക് ഹിന്ദിയിൽ പറയുന്നത് മേഥി. മേഥി. ഗ്രാമ്പുവിന് പറയുന്നതാണ് ലോങ്. ലോങ്. അടുത്തത് ഏലക്കയ്ക്ക് ഹിന്ദിയിൽ പറയുന്നത് ഇലായ്ച്ചി. ഇലായ്ച്ചി. നെക്സ്റ്റ് ടർമറിക്, മഞ്ഞൾ. ഹിന്ദിയിൽ പറയുന്നത് ഹൽദി.
ഹൽദി. അടുത്തത് നാളികേരത്തിന് ഹിന്ദിയിൽ പറയുന്നത് നാരിയൽ. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോസ്. സെലക്റ്റീവായിട്ടുള്ള ഡെയിലി ഫുഡ് ഐറ്റംസാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ആ ഫുഡ് ഐറ്റംസിൻ്റെ ഹിന്ദി നെയിംസൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തടുത്ത് വരുന്ന വീഡിയോയിൽ ഫ്രൂട്ട്സ് നെയിംസ്, വെജിറ്റബിൾസ് നെയിംസ്, ഇതൊക്കെ തനിതനിയായി വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാം. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വന്നു ചേരണമെങ്കിൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.